ഹായ് അസ്സലാമലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസിയുബൈദ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോവക്ക വെച്ചിട്ടാണ്. ഇനി കോവക്ക വാങ്ങുന്ന സമയത്ത് ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എരിവും പുളിയും എല്ലാം ബാലൻസ്ഡ് ആയിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. അതിനിതാ ഞാനൊരു 250 ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട്. കോവക്ക എടുക്കുമ്പോൾ പിഞ്ച് കോവക്ക എടുക്കാൻ നോക്കണേ. മൂത്ത കോവക്ക ആകുമ്പോൾ അതിൻ്റെ കുരുവെല്ലാം കൊഴിഞ്ഞു പോയിട്ട് കറി കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ പിഞ്ച് കോവക്ക ആകുമ്പോഴാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ ഞാനൊരു കോവക്ക എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വേറെടുത്താതെ തന്നെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൽ തന്നെ അങ്ങനെ വെച്ചിട്ട് ആദ്യം നടു കട്ട് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചോറിൽക്കും അപ്പത്തിൽക്കൊക്കെ ഈ ഒരു കറി അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ടൈമിലെ പുതിയ കൂട്ടുകാരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കില്ല കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ ഒന്ന് ഓൾ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതാ ഞാൻ കോവക്ക നല്ലപോലെ കഴുകി ഇതിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാ കോവക്ക ഇതാ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു മൺചട്ടിയിലാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത്. മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നാടൻ കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. ഇത് നമ്മളെ ചാനലിൽ ഒരുപാട് ഇതുപോലെ ഈസി ആയിട്ട് ടേസ്റ്റി റെസിപ്പികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ഇതാ മൺചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നമ്മളെ കോവക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇതിലുള്ള വെള്ളം ഒന്ന് വാരാൻ വെക്കണം. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ വെള്ളം ഒന്ന് വാരാൻ വെച്ചാൽ മതി. ഇനി ഇതാ നമുക്ക് ഈ കോവക്ക നല്ലപോലെ ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കുറച്ച് ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് കോവക്ക ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കോവക്ക ഒന്ന് നല്ലൊരു ഹാഫ് കുക്കായി വരട്ടെ. അതുപോലെ നമുക്കൊന്ന് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. കോവക്ക ഇതാ എല്ലാം തന്നെ ഒരു ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒന്നിങ്ങനെ ഒരു ഫ്രൈ ആയ പോലെ ഉണ്ടാകും കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് ഇത് മൺചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. എല്ലാ കോവക്ക ഇതാ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്കൊരു 2 സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ വെളിച്ചെണ്ണ കുറച്ചുണ്ട്, ഇനി കുറച്ചുകൂടി നമ്മൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പോലെ തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഇതാ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പീസ് മാത്രം മതി, നല്ല വലുതൊന്നും വേണ്ട. ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് തന്നെ ഇതാ ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി അങ്ങനെ അതും കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറോളം നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. ഇനി ഇതാ ഒരു 5-8 ചെറിയ ഉള്ളി ഇതുപോലെ എടുത്ത് ചതക്കിയെടുത്തതാണ്. അതുകൂടി ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഒരു സവാള വേണം. ഒരു ചെറിയ സവാള മതി. സവാളയും കൂടി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആ സവാളയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. നല്ലോണം വാടി കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മാത്രം മതി. ആ ഉള്ളി ഒന്ന് സവാളയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു ടൈമിൽ സവാളൊക്കെ ഒന്ന് അവിടെ നിന്ന് വേവട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാണ്ട് തേങ്ങ മാത്രം മതി. ഒരു കപ്പ് തേങ്ങയാണ്, ഇത് മാത്രം എടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ടതില്ല കേട്ടോ. ഇപ്പോൾ അത് നമ്മളെ സവാളൊക്കെ നല്ല പോലെ തന്നെ ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് നമ്മൾക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് അടച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് 2 മിനിറ്റ്. 2 മിനിറ്റിന് ശേഷം ഞാനിത് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ തക്കാളിക്ക് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ 1/2 സ്പൂണ് ചേർത്താൽ മതി. 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. 1/4 സ്പൂണ് ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ജീരകത്തിൻ്റെ പൊടി ചേർക്കണം കേട്ടോ. അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് അതിൻ്റെ ആ മസാലപ്പൊടികളുടെ പച്ച സ്മെല്ലൊന്ന് പോവുകയോളം നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം.
ഈ ഒരു ടൈമിൽ സിമ്മ് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിടണേ, ഹൈ ഫ്ലെയിമിലാക്കിയത് മസാലപ്പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തെടുക്കാം. എത്രത്തോളം നമുക്ക് ഗ്രേവി വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾക്ക് ഓരോരുത്തർക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോവക്ക ഉണ്ടല്ലോ, ആ കോവക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറി ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. അപ്പത്തിലേക്കും ചോറിലേക്കൊക്കെ, ദോശ, റൊട്ടി, ഈ ചപ്പാത്തി, ഇതിലേക്കൊക്കെ ഈ ഒരു കറി അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കോവക്ക ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. ആ കോവക്ക ആ പുളിവെള്ളത്തിലൊക്കെ കിടന്ന് നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ. അതിനാണ് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് തന്നെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. കറിയൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അതാ ഞാൻ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കിയപ്പോൾ മാഷാല്ലാ അടിപൊളി നമ്മളെ കോവക്ക കറി ഇവിടെ അടിപൊളി വന്നിട്ടുണ്ട്. ഇവിടെ ഇക്കാക്ക ഒന്നും ഇവിടെ ഈ കോവക്ക കൊണ്ട് കറി വെക്കുമോ എന്നൊക്കെ അവർ ചോദിക്കുമായിരുന്നു. അവർക്ക് അറിയില്ല കോവക്ക കൊണ്ട് കറി വെക്കുന്നത് കേട്ടോ. ഇത്രയും ടേസ്റ്റ് ഉണ്ടോ കോവക്ക കറി, ഇനി ഇത് നമ്മൾക്ക് എപ്പോഴും വാങ്ങാമെന്നൊക്കെ പറയുമായിരുന്നു. അവർ പ്രവാസികളല്ലേ, അവർക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ അവർ ഇതൊന്നും ഉണ്ടാക്കി വെക്കൂലല്ലോ. ഇപ്പോൾ അത് ഈ ഒരു ടൈമിൽ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചതുണ്ടല്ലോ, ആ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ വേറെ ഒന്നും അതിൽ ചേർക്കണ്ട കേട്ടോ. തേങ്ങ മാത്രം അരച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഇത് ഒരു അരയാത്ത പോലെ ഉണ്ടല്ലോ അല്ലേ. തേങ്ങ നമ്മുടെ മിക്സി കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് തേങ്ങ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അരക്കുമ്പോൾ നല്ല പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്ക് എത്ര ഗ്രേവി വേണം അത്ര നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഞാൻ കറി ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് കറിയൊക്കെ ടേസ്റ്റ് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഈ ഒരു കറി. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കണ്ട കേട്ടോ. ഒന്ന് ഇങ്ങനെ തിളക്ക് വന്നതിന് ശേഷം നമ്മൾക്കിത് ഓഫാക്കാം. ആ കോവയ്ക്കയും മസാലയും എല്ലാം കൂടി തേങ്ങയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് ഇതിവിടെ നമ്മൾ വാങ്ങിയതാണ്. ഉലുവാപ്പൊടി ഇങ്ങനെ വാങ്ങിയതാണ്, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് തിള വരുവോളം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലാക്കിയാൽ മതി, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ആകുമ്പോൾ ഒരുപാട് അങ്ങനെ തിളച്ച് പോകും. ഇപ്പോൾ അതാ മസാല നമ്മളെ കറിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ തിള വന്നാൽ നമ്മൾക്കിത് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളെടുത്ത് മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഇപ്പോൾ ഞാനിതാ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്, മല്ലിച്ചപ്പൊക്കെ ചേർക്കുമ്പോൾ. ഇത് കണ്ടില്ല മാഷാല്ലാ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു കറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി കോവക്ക കണ്ടാൽ ആരും വാങ്ങാതെ ഇരിക്കണ്ട കേട്ടോ. കോവക്ക വാങ്ങിയിട്ട് ഇതുപോലൊക്കെ ഒരു കറി ഉണ്ടാക്കി നോക്കിയേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ അടുത്ത ഇതുപോലെ ഒരു കിടില റെസിപ്പി ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.